അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള കുറെ ഹിജാബ് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എന്റെ ഹിജാബ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് കാണിക്കാം. കുറെ ഹിജാബ്സ് ഉണ്ട്. ഈ ഒരു ഹിജാബ് എന്ന് പറയുന്നത് എനിക്ക് സീനത്ത് മമ്മി ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നതാണ്. പിന്നെ കുറെ ഹിജാബ് ഞാൻ മേടിച്ചതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബ്, ഇത് നിഖില എനിക്ക് പെരുന്നാളിന് വീട്ടിൽ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് തന്നൊരു ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബ്, ഇത് അൽഫി മേടിച്ചു തന്നൊരു ഹിജാബാണ്. പിന്നെ ഇത് ഞാൻ പണ്ട് എപ്പോഴോ മേടിച്ചൊരു ഹിജാബാണ്. ഇങ്ങനെ ഗ്ലിറ്റർ ഒക്കെ വരുന്ന ടൈപ്പ്. ഇതെല്ലാം ഷിഫോണിന്റെ ഹിജാബാണ്. നല്ല കട്ടിയുള്ള ഷിഫോണിന്റെ ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് പ്ലീറ്റഡ് ഹിജാബാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലീറ്റഡ് ഹിജാബ്. ഇതിങ്ങനെ ഭയങ്കര ലെങ്ത്തും അതുപോലെ തന്നെ ഭയങ്കര വിട്ടുമാണ്. പ്ലീറ്റഡ് ഹിജാബ് അതൊരെണ്ണേ ഉള്ളൂ പ്ലീറ്റഡ് ഹിജാബായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ. ഇനിയുള്ള എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ്. ടസൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ടസൽ വരുന്ന ടൈപ്പാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബാണ്, ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഹിജാബാണ്. ഹെവി ഷിഫോണാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ഹിജാബും മെജോറിറ്റിയും ഹെവി ഷിഫോണാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബ്, ഇത് ഹെവി ഷിഫോൺ അല്ല, പക്ഷെ മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഗൾഫിൽ നിന്നാണ്. ഇത് മാമി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നൊരു ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക്, നോർമലി നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാക്ക് ഹിജാബ് കാണുമല്ലോ, അങ്ങനത്തെ ഒരു ഹിജാബാണ്. ഇത് നിഖില മേടിച്ചു തന്നത്. പിന്നെ കുറേ ഹിജാബ് ഞാൻ അല്ലാതെ മേടിച്ചത്. ഇത് ഹെവി ഷിഫോണിൽ ടസൽ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഇങ്ങനെ തുമ്പിലിങ്ങനെ ഈ ഒരു സംഭവം വരുന്നതാണ്. ഈ ഒരു ഹിജാബ് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹിജാബാണ്. വീതിയും നീളവും ഒക്കെ നല്ലോണം ഉള്ള ഹിജാബാണ്. പിന്നെ നല്ലൊരു കളറാണ്. ഈ ഒരു ഇത് നോക്കി മേടിച്ചതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഞാൻ കോളേജിൽ യൂണിഫോമിനൊക്കെ എപ്പോഴും ഇടുന്ന ഒരു ഹിജാബാണ്. ഹിജാബിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തും കൊല്ലത്തും ഒക്കെ, മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് ആ ഭാഗത്തൊക്കെയാണ് റേറ്റ് കുറവായിട്ടുള്ളത്. ഈ ഒരു ഹിജാബ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു കോട്ടൺ ടൈപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഗ്ലിറ്റർ പോലത്തെ, ഗ്ലിറ്റർ അല്ല, ഒരു സീക്വൻസ് പോലത്തെ സംഭവം വരുന്ന ഒരു ടൈപ്പ്. പക്ഷെ ഇത് പെട്ടെന്ന് ചൂടെടുക്കുന്ന ടൈപ്പാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്, പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം വരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ചൂടെടുക്കുന്ന മെറ്റീരിയൽ, നല്ല വീതിയും നീളമുള്ള ടൈപ്പ് ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ്, ബേബി പിങ്ക് ഷെയ്ഡ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് മലപ്പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ്. അവിടെയൊക്കെ 150, 100 ആ റേഞ്ചിലൊക്കെയാണ് ഹിജാബ്. നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഒരു 350, 400 ആ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. ഇതും അതുപോലെ തന്നെ ഷിഫോണിൽ വരുന്ന ബ്ലൂ ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ കുറേ വർഷത്തിന് മുമ്പ് മേടിച്ചൊരു ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബാണ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് മലപ്പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ്. 150 രൂപയാണ്. ഇത് വന്നിട്ട് ഹെവി ഷിഫോൺ അല്ല, ഷിഫോൺ ആണ്, പക്ഷേ വന്നിട്ട് ലെങ്തും വിട്ടും ഉള്ള ടൈപ്പ് ഹിജാബാണ്. ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ ഹിജാബാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഗ്ലിറ്റർ വരുന്ന ടൈപ്പ്. ഇത് ഞാനങ്ങനെ ഇടാറേ ഇല്ല. സൈഡിൽ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ സീക്വൻസ് പോലെയൊക്കെ വരുന്നതാണ്. ഇതൊരു പിങ്ക്, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല നീളവും വീതിയും ഉള്ള ടൈപ്പാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ സാറ്റിൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ഹിജാബാണ്. ഒരു ക്രീമും അല്ല എന്ന അങ്ങനത്തെ ഒരു ഓഫ് വൈറ്റ് ഷേപ്പ്, ഓഫ് വൈറ്റിൽ വരുന്ന ഒരു കളറാണ്. നല്ലൊരു കളർ ഹിജാബാണ്. നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും. പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹിജാബ്, അതായത് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതും ഹെവി ഷിഫോണാണ്. നല്ല ലെങ്ത് വരുന്നതാണ്. ഇത് ഹെവി ഷിഫോണാണ്. കൂടുതലും ഹെവി ഷിഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ വന്നിട്ട് ഇത് ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണിത്. ഇത് വന്നിട്ട് ഷിഫോൺ അല്ല, വേറൊരു മെറ്റീരിയലാണ്. കണ്ടോ, കുറച്ച്
കട്ടി വരുന്ന ടൈപ്പ് ഉള്ളൊരു ഹിജാബാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും ഒക്കെ നല്ല വരുന്ന ഒരു കോട്ടൺ അല്ല, വേറൊരു ടൈപ്പാണ്. ഇത് ഏത് മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. ഈ ഒരു ടൈപ്പ് ഒരു സമയത്ത് ഇങ്ങനത്തെ മാത്രം ഞാൻ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള പല ഷെയ്ഡ് ഉണ്ടായിരുന്നു. പിങ്ക്, ബ്രൗൺ, ആഷ്, അങ്ങനെ കുറേ ഹിജാബ് ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ടൈപ്പാണ് ഈ ഒരു ഷെയ്ഡ്. ഇനി കാണിക്കുന്നതൊക്കെ ഹെവി ഷിഫോൺ ആണ്. ഇത് തന്നെ റെഡിൻ്റെ അകത്ത് കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് ഈ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് അതേപോലത്തെ തന്നെ വൈറ്റ്, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സെയിം ഹെവി ഷിഫോൺ ആണ് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ക്രീമും അല്ല എന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡ്. സെയിം മെറ്റീരിയലാണ്. ഇതൊക്കെ പല പല ഷെയ്ഡാണ്. അങ്ങനത്തെ കുറേ ഉണ്ട്. ഇത് വന്നൊരു ലാവൻഡർ ഷെയ്ഡാണ്. സെയിം മെറ്റീരിയലാണ്. ഒരു ബേബി പിങ്കിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ആഷ്, സെയിം മെറ്റീരിയൽ. പിന്നെ ഒരു ബ്ലൂ, ഹെവി ഷിഫോണിൽ തന്നെ ബ്രൗണ്, അതുപോലെ തന്നെ വീണ്ടും റെഡ്. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റെഡാണ്. നെക്സ്റ്റ് വന്നിട്ട് ലാവൻഡർ അല്ല, വേറൊരു പേസ്റ്റൽ ഷെയ്ഡ്. ലാവൻഡറിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രേഡ്, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. ഇതെല്ലാം സെയിം മെറ്റീരിയലാണ്. ഇതൊരു പിസ്ത ഗ്രീനിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ, വേറൊരു ലൈറ്റ് ആയിട്ട് വരുന്ന മസ്റ്റാർഡ് യെല്ലോ. ഇത്രയാണ് നമ്മുടെ ഹെവി ഷിഫോണിൽ വരുന്നത്. ഇനി വന്നിട്ട് ലൈറ്റ് ഷിഫോൺ ഉണ്ട്, അതായത് ഹെവി അല്ലാത്ത കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ലൈറ്റ് ഷിഫോണിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പാണിത്. ഇതൊരു ഗ്രീനും ബ്ലാക്കും കൂടെ വരുന്ന ടൈപ്പാണ്. നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ലൈറ്റ് ഹെവി ഷിഫോണാണിത്. നെക്സ്റ്റ് വന്നിട്ട് ക്രീം ഷെയ്ഡാണ്, ലൈറ്റ് ഷെയ്ഡ്. ലൈറ്റ് ഷിഫോൺ ആകുമ്പോഴത്തേക്കും കട്ടി കുറച്ചും കൂടെ കുറവായിരിക്കും. ഷിഫോൺ തന്നെ ആയിരിക്കും, കട്ടി കുറച്ചും കൂടെ കുറവായിരിക്കും. അങ്ങനത്തെ തന്നെ ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലെ സെയിം മെറ്റീരിയൽ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതും ലൈറ്റ് ഷിഫോണാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് വരുന്ന ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഹിജാബാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ആണ്. ഇതൊരു മാംഗോ ഓറഞ്ച് ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഒരു കോട്ടൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂ ഹിജാബ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്രീം ഷെയ്ഡ്. ഇതൊക്കെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള മെറ്റീരിയലാണ്. അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ്, നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു മസ്റ്റാർഡ് യെല്ലോ, അതും കോട്ടൺ മെറ്റീരിയൽ. നെക്സ്റ്റ് വന്നിട്ട് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന കോട്ടൻ്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ കളറാണ്, സെയിം മെറ്റീരിയൽ. നെക്സ്റ്റ് വന്നിട്ട് ഒരു കോട്ടൺ ഹിജാബാണ്. അപ്പോൾ ഇത്രയും ഹിജാബാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.